ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാനാണ്. നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴേക്കും അത് നല്ല ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പൊ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഓയിലാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, സൺഫ്ലവർ ഓയിൽ ആയാലും മതി. അപ്പൊ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ തിളപ്പിച്ച ഉടനെ തന്നെ ചൂടോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം അല്ല എടുക്കേണ്ടത്, നല്ല തിളപ്പിച്ച വെള്ളം. 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളം. അപ്പൊ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച വെള്ളം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റ് ആവുക. അപ്പൊ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 1 കപ്പ് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കൈ കൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഫസ്റ്റില് നമ്മളിത് കുഴക്കുമ്പോൾ കുറച്ച് ചൂടുണ്ടാവും. നമ്മൾ തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചത്. അപ്പൊ അത് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് സോഫ്റ്റ് ആയി കിട്ടും. ഞാനിപ്പോ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. കൗണ്ടർ ടോപ്പിലിട്ട് തന്നെയാണ് ഞാനിപ്പോ ഇത് പരത്തി എടുക്കുന്നത്. അപ്പൊ നന്നായി വൃത്തിയാക്കി എടുക്കുക കിച്ചന്റെ കൗണ്ടർ ടോപ്പ്. അപ്പൊ ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാം. കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് 15 മിനിറ്റിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. 1 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കൊരു നീളത്തിലാക്കി എടുക്കാം, നമുക്ക് ഉരുള എടുക്കാൻ എളുപ്പത്തിനായിട്ട്. അപ്പൊ ഇനി ഇതൊന്ന് കുറച്ച് ഭാഗം എടുത്ത് നല്ല ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പൊ ഇതുപോലെ എല്ലാം ആക്കിയെടുക്കാം. ഞാനിവിടെ വലിയ ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഓയിൽ എടുക്കുക. എന്നിട്ട് 2 കൈയിലേക്കും ആക്കി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഈ ബോൾസും ഒന്ന് തടവി കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ചപ്പാത്തി ആദ്യം പരത്തിയെടുക്കുന്നത് ചപ്പാത്തി പ്രസ്സിലാണ്. അതിനുശേഷം ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ഒത്തിരി നേരം പരത്തണ്ട. അപ്പൊ നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ നന്നായി പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിന്മേ ഓയിൽ തടവി കൊടുത്തത്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചപ്പാത്തി ഇത്രയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കൗണ്ടർ ടോപ്പിന്റെ മുകളിലേക്ക്. ഇനി നമ്മുടെ ചപ്പാത്തി ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായി നമുക്കിത് പരത്തിയെടുക്കാം. അപ്പൊ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ചപ്പാത്തിയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നല്ല വലിയ ചപ്പാത്തി നമുക്ക് കിട്ടും. ഇനിയിപ്പോ ഇങ്ങനെ പരത്താൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാട്ടോ. അതുപോലെ ചെറിയ ചപ്പാത്തിയാണ് താല്പര്യമെങ്കിൽ ചെറിയ ബോൾ ഉണ്ടാക്കി പരത്തിയാൽ മതി. ഞാൻ വലിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. അപ്പൊ 2 ചപ്പാത്തി തന്നെ കഴിച്ച് നമ്മുടെ വയറ് നിറയും. അപ്പൊ നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ മുകളിലുള്ള പൊടി ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. 2 കൈയിലോട്ട് ഇങ്ങനെ തട്ടിയാൽ ഇതിന്റെ പൊടിയൊക്കെ പോയിക്കോളും. അപ്പൊ എല്ലാ ചപ്പാത്തി ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടുകൊടുക്കാം. ചൂടായ പാനിലേക്കാണ് ചപ്പാത്തി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ചെയ്യാറ് ഒരു കോട്ടന്റെ തുണി എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുമ്പോ ആ കുമിളയിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഈ തുണി വെച്ചൊന്ന് ഒപ്പിക്കൊടുക്കുക. അപ്പൊ നന്നായി ചപ്പാത്തി പൊങ്ങി വരും. കണ്ടോ, ഇതുപോലെ പൊങ്ങി വരും. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതും പൊങ്ങി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ തുണി വെച്ചൊന്ന് ഒപ്പിക്കൊടുക്കാം. അപ്പൊ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി പൊങ്ങി വന്നോളും. പിന്നെ ഈ ചപ്പാത്തിയുടെ പ്രത്യേകത, നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആവുമ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ആവും ഇരിക്കുക. ഒരു കാസ്ട്രോളിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചപ്പാത്തി എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഇനി നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആയാലും ഈ ചപ്പാത്തി കേടുവരില്ല. ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടായിട്ട് ഇരിക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.